രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറി. ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറുന്നു എന്നാണ് വിശദീകരണം. കടുത്ത നിരാശയോടെയാണ് തീരുമാനമെന്നും രജനി പറയുന്നു. വിവരങ്ങളുമായി BS ജോയ് ചേരുന്നു. ജോയ്, എന്താണ് സാഹചര്യം? ഗോപി, നമുക്കറിയാം ആവേശത്തോടു കൂടിയാണ് തമിഴ്നാട്ടിലെ രജനി ആരാധകർ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനത്തെ കുറിച്ച് കേട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത ബാധിക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ചികിത്സയ്ക്ക് ശേഷം ആണ് രജനീകാന്ത് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം പറയുന്നത്. ഏറെ നിരാശയോടുകൂടിയാണ് താനിത് പറയുന്നതെന്നും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ട്, അതിൽ ഖേദിക്കുന്നുവെന്നും രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നുമാണ് രജനീകാന്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ കാര്യങ്ങൾ, അതായത് നമുക്കറിയാം രജനീകാന്ത് ആർട്ടിക്കിൾ 370 അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ BJP അനുകൂല നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അത് മാത്രമല്ല, കിഡ്നി ട്രാൻസ്പ്ലാന്റിങ്ങിന് ശേഷം വിശ്രമിച്ചിരുന്ന രജനി ഇതുവരെ നൽകിയ സൂചനകൾ അനുസരിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു പോരാട്ടത്തിന് തയ്യാറല്ല. താൻ മറ്റൊരാളെ, അനുയോജ്യനായ ഒരാളെ രംഗത്തിറക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിൽ നിന്നൊക്കെയുള്ള ആ നയത്തിൽ നിന്നും ആ തീരുമാനങ്ങളിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം തന്റെ ആരാധകരെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതാണ് നിലവിൽ ഉള്ള വിവരങ്ങൾ. ഏതായാലും രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നിരാശയോടെയാണ് തീരുമാനം അറിയിക്കുന്നതെന്നും രജനീകാന്ത് പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് നിലവിലെ വിശദീകരണം. ട്വിറ്ററിലാണ് രജനീകാന്ത് ഇക്കാര്യം അറിയിച്ചത്. അങ്ങനെ പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്നും രജനീകാന്ത് പിന്മാറുന്നു. ജോയ്, പ്രഖ്യാപനത്തിന് ശേഷം മറ്റ് പ്രതികരണങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ നേതാക്കളുടെയോ തമിഴ് രാഷ്ട്രീയത്തിന്റെയോ? ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് പറയുന്നത്, മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ. എന്നാൽ ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ ആരാധകർ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്, നല്ല തീരുമാനമെന്ന് പറയുന്നു. പിന്നെ ഈ വരുന്ന ജനുവരി 31 അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ അതാണ് നടക്കാതെ വന്നത്. എന്നാൽ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ ട്വിറ്ററിന് മറുപടികൾ നൽകുന്നതെല്ലാം വളരെ നല്ല തീരുമാനം എന്ന തരത്തിലാണ് വരുന്നത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, തമിഴ്നാട്ടിലെ മറ്റ് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും തന്നെ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല. ഗോപി, പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്നും രജനീകാന്ത് പിന്മാറി. കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകരയിൽ മരിച്ച ദമ്പതികളുടെ കുട്ടികളെ സർക്കാർ സംരക്ഷിക്കും. കുട്ടികൾക്ക് സർക്കാർ വീട് വെച്ച് നൽകും. വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ മറ്റെല്ലാ സഹായങ്ങളും ചെയ്യാനും ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ തീരുമാനത്തിൽ സന്തോഷമുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കണമെന്ന് രാജന്റെയും അമ്പിളിയുടെയും മക്കൾ പറഞ്ഞു. സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. പിന്നെ വസന്തശ്രീ 2 കോളനി വീടാണ് വെച്ചിരിക്കുന്നത്. അതിനെ ഇടിച്ചു കളഞ്ഞിട്ട് ഒരു കോളനി ഒരു പാവത്തിന് കൊടുക്കണം. അതും കൂടി സർക്കാരിന് എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം ഈ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ? അതെ, പോലീസിനെതിരെയും പിന്നെ വസന്ത് അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ഒരു അരമണിക്കൂർ സമയം ചോദിച്ചു. ചോറെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയാൽ പോരെയെന്ന്. അതൊന്നും അവർക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഷർട്ടിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ നിസ്സഹായ അവസ്ഥയിലായിപ്പോയി. എന്ത് ചെയ്യാൻ? അവർ ആ അരമണിക്കൂർ സമയം തന്നിരുന്നെങ്കിൽ ഒന്നും വരില്ലായിരുന്നു. രാജന്റെയും അമ്പിളിയുടെയും മരണത്തിന് ഇടയാക്കിയത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം SP-ക്ക് പരാതി നൽകി.
അയൽവാസികളിൽ നിന്ന് പണം വാങ്ങി പോലീസ് അനാവശ്യ ധൃതി കാണിച്ചെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നും പോലീസിന്റെ വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കുമെന്നും റൂറൽ എസ് പി അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഏതായാലും ഒരു വലിയ ആശ്വാസമുള്ളത് സർക്കാർ ഈ കുട്ടികളെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതാണ്. ഇത്രയും മണിക്കൂറുകൾ, ഈ സംഭവം നടന്ന ഇത്രയും മണിക്കൂറുകൾ ആരോരുമില്ലാതെ ഈ കുട്ടികൾ ഇരിക്കുന്നു, അവർക്ക് ആരുണ്ട് എന്നുള്ള ചോദ്യമായിരുന്നു പ്രധാനം. ഏതായാലും നിലവിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ കുട്ടികളോട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ, അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം അല്ലെങ്കിൽ ഇടപെടലുകൾ, അത് കണ്ടുനിന്നവർക്ക്, അറിഞ്ഞവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയ മുറിവുകൾ, അത് വലിയ ആഴത്തിലുള്ളതാണ്. എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ്? പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് ആദ്യം അതിലേക്ക് വരാം. നിലവിൽ ബന്ധുക്കളുടെയും ദൃക്സാക്ഷികളുടെയും ഈ മരിച്ച രാജന്റെയും അമ്പിളിയുടെയും മക്കളുടെയും മൊഴി പ്രകാരം പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച പറ്റി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പ്രധാനമായി ഇത്തരത്തിൽ കുറച്ചു സമയം ഭക്ഷണം കഴിക്കാനുള്ള സമയം ചോദിച്ചു, അത് നൽകിയില്ല. കൂടാതെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റേയുടെ ഉത്തരവ് കിട്ടുന്നതിന് ചെറിയ കാലതാമസം ഉണ്ടായി. ആ കാലതാമസം എന്ന് പറയുന്നത് അരമണിക്കൂറോളം കാത്തിരിക്കാൻ പറഞ്ഞു, പക്ഷെ അതിന് പോലും പോലീസ് തയ്യാറായില്ല. ഇതേ തുടർന്ന് വളരെ നിർബന്ധിച്ച് ആ വീട്ടിൽ നിന്ന് ഇവരെ ഇറക്കി. അത് തടയാൻ വേണ്ടി ആത്മഹത്യാ ശ്രമം രാജൻ നടത്തുകയാണ് ചെയ്തത്. അതായത് ഈ ഓർഡർ വരുന്നതുവരെ താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഷെഡ് പൂർണ്ണമായി പൊളിച്ചു നിൽക്കാൻ വേറെ ആളുകൾ കാത്തു നിന്നിരുന്നു. അത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം രാജനുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതിന് തയ്യാറായില്ല. പോലീസ് വന്ന ഉടനെ ബലം പ്രയോഗിച്ച് രാജനെ ഇവിടെ നിന്ന് മാറ്റി. അതാണ് രാജൻ പെട്ടെന്ന് ഒരു ആത്മഹത്യയിലേക്ക്, അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചത്. അത്തരമൊരു മൊഴി തന്നെയാണ് രാജൻ നൽകിയിരിക്കുന്നത്. പോലീസിനെതിരെ രാജന്റെ മൊഴിയിൽ പറയുന്നുമുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിന്റെയും ഉമേഷ്, പോലീസ് ഈ കാണിച്ച ധൃതി, അനാവശ്യ ധൃതി, അതുണ്ടാക്കി വെച്ച ദുരന്തം നാട് കാണുന്നു. ആ ധൃതിക്ക് പിന്നിൽ മറ്റു കാരണങ്ങൾ ആരോപിക്കുന്നുണ്ടോ? മറ്റ് സ്വാധീനമോ മറ്റ് വിലപേശലുകളോ മറ്റെന്തെങ്കിലും ആരോപണം ഉണ്ടോ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്? ബന്ധുക്കൾ പറയുന്നത്, അതായത് ഈ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്, പരാതി എന്ന് പറയുന്നത് തൊട്ട് സമീപത്തുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണിത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തുള്ള ആ സ്ത്രീക്ക് വലിയ സ്വാധീനങ്ങളുണ്ട്. അവരുടെ സ്വാധീനത്തിൽ വഴങ്ങിയാണ് പോലീസ് അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷെ അത് ഈ പോലീസ് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം SP നടത്തുന്നുണ്ട്. കാരണം SP-ക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്, റൂറൽ SP-ക്ക്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചോ എന്നുള്ളതാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. സ്വാഭാവികമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാലും തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത്, അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇരുവരും. അവരെ വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ആ സമയത്ത് പോലും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഈ കുട്ടികളോട്, അതായത് ഈ 18 വയസ്സ് പ്രായമായ കുട്ടിയും +2 പഠിക്കുന്ന കുട്ടിയും മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകും, കയ്യിൽ പണമില്ല എന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ കയ്യിൽ പണമില്ലെങ്കിൽ പിന്നീട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പോലീസ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. തുടർന്ന് അത് കണ്ടുകൊണ്ട് നിന്ന മറ്റൊരാളാണ്, ഒരു വ്യക്തിയാണ് അവർക്ക് ആംബുലൻസ് പിടിച്ചു നൽകുകയും സഹായം ചെയ്യുകയും ചെയ്തത്. ഇത്തരത്തിൽ പരിക്കേറ്റ് കിടന്ന ഒരാളെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും ഗുരുതര വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നാണ് ആരോപണം. സ്വാഭാവികമായി ഈ ആരോപണങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കും. ഈ പോലീസുകാർക്കെതിരെ കുലക്കുറ്റം ചുമത്തി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടികൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ SP-യുടെ അന്വേഷണമാണ് നടക്കുന്നത്. മറ്റേതെങ്കിലും രീതിയിലുള്ള കേസുകളോ മറ്റോ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ഈ രണ്ടാമത്, അതായത് അമ്മയും അതുപോലെ സർക്കാർ ഏറ്റെടുക്കാന്ന് പറഞ്ഞത് എന്തൊക്കെ കാരണങ്ങളാണ്? ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടുണ്ടോ? അത് എങ്ങനെയാണ് കുട്ടികളുടെ സംരക്ഷണം? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് മാത്രമാണ് വന്നത്. ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഔദ്യോഗികമായ അറിയിപ്പ് ഒരുപക്ഷെ ജില്ലാ കളക്ടർ നേരിട്ട് എത്തിയോ കുട്ടികളെ കണ്ടോ ഇത് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കരുതുന്നത്. കാരണം ജില്ലാ കളക്ടറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് ഇത്തരമൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിനുശേഷം ജില്ലാ കളക്ടർ ഒരുപക്ഷെ നേരിട്ട് എത്തി ഇക്കാര്യം അറിയിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളോ, ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളോ എത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ആൻസൽ MLA അല്പം മുൻപ് എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ മൃതദേഹം സംസ്കരിക്കുന്നതിൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ ആക്ഷേപങ്ങൾ തടസ്സവും നിന്നിരുന്നു. അതിനി ഉണ്ടാകില്ല. കുട്ടികളുടെ
അമ്മയുടെ മൃതദേഹം ഇതിന് സമീപത്ത് തന്നെ സംസ്കരിക്കാനും അത് ആരും തടയാതിരിക്കാനുള്ള മുൻകരുതലും എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് കുട്ടികൾക്ക് ആൻസലൻ MLA നേരിട്ടെത്തി തന്നെ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പമാണ് യൂത്ത് കോൺഗ്രസ് അതിനു മുമ്പ് തന്നെ, അതായത് രാവിലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഇത്തരത്തിൽ കുട്ടികൾക്ക് വീട് വെച്ച് നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് അറിയിക്കാൻ അരുവിക്കര MLA ശബരിനാഥ് നേരിട്ടെത്തി കുട്ടികളെ കാണുകയും അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഒരുപക്ഷെ വീട് വെച്ച് നൽകിയില്ല എങ്കിൽ പോലും കുട്ടികൾക്ക് ഇനി താമസിക്കാൻ അത് വീട് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറി, ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറുന്നു എന്നാണ് രജനീകാന്ത് പറഞ്ഞിട്ടുള്ളത്. ജോയിയാണ് ചേരുന്നത്. ജോയും ട്വിറ്ററിലൂടെയായിരുന്നു പ്രഖ്യാപനം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള 3 പേജുള്ള ഒരു ഡീറ്റെയിൽ ഷൂട്ടിങ്ങിന് പോയ അവിടെ ഒരു 4 പേർക്ക് കൊറോണ ഉണ്ടായും അതിന്റെ ശേഷം ഹോസ്പിറ്റലൈസ് ആയിട്ടും ലോ ബ്ലഡ് പ്രഷർ കാരണം ഹോസ്പിറ്റലൈസ് ആയിട്ടും പിന്നെ ചെന്നൈ വന്നതുമായിട്ടുള്ള ആ ഒരു യാത്രയുടെ ഇടയിലുള്ള സംഭവങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് രജനീകാന്തിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വരുന്നില്ല എന്നുള്ള ഒരു വിവരം വളരെ ക്ലാരിറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ അതിൽ അടക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ കാരണമായിട്ടുള്ള കാര്യം പറയുന്നത് കൊറോണ എന്നുള്ളതാണ്. ഇമ്യൂണോ സപ്രസൻ ടാബ്ലറ്റ്സ്, അതായത് ഓൾറെഡി രജനീകാന്തിന് ഒരു ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് ഈ അവര് നോയ് എതിർപ്പ്, അതായത് ഇമ്മ്യൂണോ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. ഒരു വലിയ വലിയ രോഗങ്ങൾ എതിർകൊള്ളാനുള്ള ശക്തി രജനീകാന്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് പിൻവാങ്ങും എന്നുള്ള ഒരു നിലപാടിൽ നിന്ന് ഒരുപാട് പൊളിറ്റിക്കൽ ക്രിട്ടിക് ചെയ്യുന്നവരും ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. 31st ഒഫീഷ്യലായിട്ട് രജനി മക്കൾ മന്ത്രം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും തന്നെ എന്ന് അവരുടെ ഫാൻസും അതുപോലെ തന്നെ ഈ മക്കൾ മന്ത്രത്തിലുള്ള ഒരുപാട് ആൾക്കാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സമയത്താണ് ഈ ഒരു വിവരം എന്ന് വന്നത്. എന്നാലും തന്നെ രജനീകാന്ത് വളരെ തെളിവായിട്ടും ക്ലാരിറ്റി ആയിട്ടും കൊടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, എനിക്ക് ഹെൽത്ത് കണ്ടീഷനിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത വാക്കിൽ നിന്ന് മാറുന്നത്, ഞാൻ പൊളിറ്റിക്കൽ പാർട്ടി വരും, എന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവും, ഒരുപാട് ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യേണ്ടി വരും, ഇതൊന്നും എന്റെ ഹെൽത്ത് കണ്ടീഷനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഒരു എന്റെ കൂടെ വരുന്നവരെ ഒരു സാക്രിഫൈസോ ഒരു സ്ട്രഗിളോ ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് തുടർച്ചയായിട്ടും 20 വർഷങ്ങളായിട്ട് രജനിയുടെ ഈ പൊളിറ്റിക്കൽ എൻട്രി കാത്തിരുന്ന ഒരുപാട് ഫാൻസിന് ഇതൊരു വളരെ ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ്. ഇലക്ഷൻ ക്യാമ്പയിൻ ഫീൽഡിലും തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. എന്നാലും തന്നെ അതൊന്നും വേണ്ട, അതെന്റെ ഹെൽത്ത് എനിക്ക് അതിന് സഹായിക്കില്ല എന്നുള്ള ഒരു വിഷയത്തിൽ നിന്നാണ് രജനി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്യാമ്പയിന് പോവാനുള്ള ഒരു നിലവാരത്തിലല്ല, ഒരുപാട് ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യണം, അതിന്റെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഫുൾ ഫോഴ്സിൽ നടക്കണം, അത് ചെയ്യാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിലേക്കോ ഞാൻ വരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ആയിട്ടാണ് നമ്മളിത് കാണേണ്ടത്. ബേസിക്കലായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള മെയിൻ റീസൺ, അതായത് മെയിൻ കാരണം എന്ന് പറയുന്നത് എന്റെ ആരോഗ്യത്തിനും എന്റെ രോഗ്യ വിഷയങ്ങൾക്കും ഇതെന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. കൊറോണ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഫുൾ ഫോഴ്സിൽ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടാവും എന്നുള്ള വിഷയമാണ് പറയുന്നത്. അതുകൊണ്ട് തോൽക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ഈ അനൗൺസ്മെന്റിനെ നിങ്ങൾ മുഴുവൻ മനസ്സായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞൊരു അപ്പോളജൈസും അതിൽ കൊടുത്തിട്ടുണ്ട് ഫാൻസിന് വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഈ റിപ്പോർട്ടിൽ നിന്ന്. ആക്ച്വലി ഇത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമായിരുന്നോ, അതോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് ഇങ്ങനെ വല്ലതും പ്രതീക്ഷിച്ചിരുന്നോ തമിഴകം? അല്ല, ഇത് ഹെൽത്ത് ഇഷ്യൂസ് പറയുമ്പോൾ നമ്മൾ ഇതാണ് ഇപ്പൊ ഈ അണ്ണാത്ത പട ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് 31st ഡിസംബറിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് അവിടെ ഒരു 4 പേർക്ക് കൊറോണ അഫക്റ്റ് ആവും, അവർ ഹോസ്പിറ്റലൈസ് ആയിട്ടും അതിന്റെ ശേഷം രജനിയുടെ ബ്ലഡ് പ്രഷറിൽ ചേഞ്ച് ആയി അവിടെയുള്ള ഹൈദരാബാദിലുള്ള അപ്പല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ ഇവിടെയുള്ള പൊളിറ്റിക്കൽ അനലിസ്റ്റിലാരും പറഞ്ഞു രജനി ഇനി പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടും അല്ലാതെ അതിന്റെ തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിനും വരുമോ എന്നുള്ള ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ആരോഗ്യത്തിന് ബാധിപ്പ് ഉണ്ടാക്കുമെങ്കിൽ രജനി വരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു കാര്യം വളരെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ ഒരുപാട് അനലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യവും രജനികാന്ത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത്
ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യണം, അതിനുള്ള സമയമില്ല. ഒന്നാമത് ഈ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വേവ്, പുതിയ കൊറോണയുടെ സെക്കൻഡ് വേവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ട്രാവൽ ചെയ്യാനോ ഫൈറ്റ് ചെയ്യാനോ സ്ട്രഗിൾ ചെയ്യുന്ന എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ കൂടെ വരുന്നവർ, അതായത് എന്റെ ഫാൻ ഫോളോയിങ് ആയാലും ശരി, എന്റെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഈ മക്കൾ മന്ത്രത്തിന്റെ ഉള്ള ഓരോ മെമ്പേഴ്സ് ആയാലും ശരി, അവർ ഫിനാൻഷ്യൽ ആയിട്ടും എമോഷണൽ ആയിട്ടും ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരും. അവർ അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മാത്രം ചെയ്യുന്ന ഒരു വിഷയമല്ല, എന്നെ കൊണ്ട് എന്നെ ബിലീവ് ചെയ്ത് വരുന്ന ഒരുപാട് ആൾക്കാർ ഇതിൽ അഫക്റ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ വളരെ ദീർഘമായിട്ടും. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ട്വിറ്റർ നോക്കുകയാണെങ്കിലേ ഫാൻസിൽ നല്ലൊരു ശതമാനം, മുഴുവൻ വായിക്കാൻ പറ്റില്ല, എന്നാലും കുറെ വായിക്കുമ്പോൾ ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറുന്നത് രജനിയുടെ ആരോഗ്യത്തിന് നല്ലത് വരട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഫാൻസ് ഇപ്പൊ പ്രതികരിക്കുന്നത് അല്ലെ? സന്തോഷം എന്നുള്ള രീതിയിൽ തന്നെയാണ്. മറ്റു പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ മറ്റു പാർട്ടികളുടെ വല്ലോ? പ്രതികരണം മറ്റു പാർട്ടികളിൽ അന്വേഷിച്ച് എല്ലാവരും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇതുവരെ പറഞ്ഞിട്ട് രജനി എടുത്തത് ഇപ്പോൾ ഒരു നല്ല ഒരു ഡിസിഷൻ ആണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളത് വളരെ. രജനി എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിയാണ്, ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിന്റെ ഒരു സിനിമ ആർട്ടിസ്റ്റ് ആയിട്ടും രജനിയുടെ ക്യാരക്ടറിസ്റ്റിക്കൊക്കെയും ഇവിടെ ഒരുപാട് പബ്ലിക്കിനെ കവർ ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോ രജനിയുടെ പൊളിറ്റിക്കൽ എൻട്രിയും താണ്ടി ഇവിടെ ആലോചിക്കുന്നത് അവരുടെ ഒരു ഹെൽത്ത് ആണ്. എന്നുവെച്ചാൽ തമിഴ്നാട്ടിൽ അറിയാം, രജനികാന്തിന് വേണ്ടിയിട്ട് വഴിപാടുകളും കോവിലില് കാവടി എടുക്കുക, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു മെഗാ സ്റ്റാർ ആണ്. അപ്പൊ ആ രജനിയുടെ ഹെൽത്തിലാണ് അവരുടെ ഫാൻസും ഒരു വളരെ കൺസേൺ ആണ്. എന്നാലും ഇത് 20 വർഷം വെയിറ്റിംഗ് ആണ്. 20 വർഷമായിട്ട് രജനി പൊളിറ്റിക്കൽ എൻട്രി ആവും, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് തങ്ങളുടെ ഈ രജനി മക്കൾ മന്ത്രം ട്രാൻസ്ഫോം ആകുന്നത് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വളരെ ഒരു ചെറിയ ഡിസപ്പോയിന്റ് എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷെ ഇത് കൊടുത്തിട്ടുള്ളത് വളരെ ഒരു ക്ലാരിറ്റി ആയ റിപ്പോർട്ട് ആയതുകൊണ്ട് ഫാൻസ് അത് മനസ്സിലാക്കി. ഇതിപ്പോ ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ആരോഗ്യ കാരണങ്ങളാൽ പിന്മാറുന്നു എന്ന് രജനി പറയുമ്പോൾ മറ്റാർക്കെങ്കിലും പിന്തുണയോ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ അല്ലെ ആ ട്വീറ്റിൽ? ഇല്ല, അതൊന്നും പറയുന്നില്ല. തുടർന്ന് ഞാൻ പബ്ലിക് ആയിട്ടുള്ള സർവീസ് ഞാൻ തുടരും, അവർക്കായിട്ടുള്ള സൗണ്ട് ഞാൻ കൊടുക്കും. അത് ഞാൻ പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങി അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമില്ല. അതില്ലാതെ തന്നെ ഞാൻ അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് രജനിയുടെ തരപ്പിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രജനികാന്ത് പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയില്ലെങ്കിലും അതിനെ അന്വേഷിച്ച് അതിന് തുടർച്ചയായിട്ട് ഈ പബ്ലിക് ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങളിൽ തന്റെ സൗണ്ടോ തന്റെ പോയിന്റ്സോ എപ്പോഴും ഉണ്ടായിരിക്കും, കമന്റ്സോ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ക്ലാരിറ്റി ആയിട്ട് തന്നെ രജനി പറഞ്ഞിട്ടുണ്ട്. ആഷ്ലി പി ജോയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആഷ്ലി നന്ദി. ഇപ്പോൾ മനീഷ് നാരായൺ കുറിച്ചിരുന്നു. മനീഷ്, ആരോഗ്യമാണ് വലുത് എന്ന് തന്നെ രജനി തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം ഔദ്യോഗികമായി ട്വിറ്ററിൽ പറയുന്നു ആരോഗ്യ കാരണങ്ങളാൽ പ്രചാരണത്തിന് പോകാൻ വയ്യ എന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് മനസ്സിലാക്കുന്നു? ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, നമുക്ക് ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുക അല്ലെങ്കിൽ ആരോഗ്യത്തിന് വളരെ ഏറെ പ്രാധാന്യം നൽകുന്നത് കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ്. ഇപ്പൊ 70-ാം വയസ്സിൽ രജനീകാന്തിനെ പോലൊരു താരം, നമുക്കറിയാം 2 പതിറ്റാണ്ടായിട്ട് രജനിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുന്നു. ഓരോ സിനിമയുടെയും 5 ഡയലോഗ് കേട്ടിട്ട് അതിന് തൊട്ട് പിന്നാലെ രജനിയുടെ രാഷ്ട്രീയ പ്രവേശന സൂചനയാണോ ഇത്, അത് ഭാവം മുതൽ കബാലിയും കാലയും വരെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രജനീകാന്ത് ഒരുപക്ഷെ എനിക്കൊന്നും രജനിയുടെ രസികർ മന്ത്രത്തിന്റെ ഒരു സമ്മർദ്ദമോ നിർബന്ധമോ ആഗ്രഹമോ ശാഠ്യമോ അതിന്റെയൊക്കെ ഒരു തുടർച്ച പോലെയാണ് രജനിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് തോന്നിയിട്ടുള്ളത്. ഇതിൽ വളരെ വൈകിയ ഒരു തീരുമാനം എന്നൊക്കെ തോന്നുന്നത്. അതിനപ്പുറത്ത് ഇപ്പം കമൽഹാസൻ രാഷ്ട്രീയത്തിൽ എത്തിയപ്പോഴും കമൽഹാസൻ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പോളിസി വിഷൻ കൂടി ആ രാഷ്ട്രീയത്തിനൊപ്പം മുന്നോട്ട് വെച്ചിരുന്നു. രജനിയുടെ ഒരു രസികർ മന്ത്രത്തെ അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് രജനി ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് മുന്നിൽ അല്ലെങ്കിൽ തമിഴ്നാടിന് മുന്നിൽ മുന്നോട്ട് വെക്കുന്ന പോളിസി എന്താണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അലയൻസ് എത്തരത്തിലായിരിക്കും, അത് ഈ പറയുന്ന BJP-യോട്, കാരണം BJP-യുടെ മുഖ്യ ഉപദേശകനൊക്കെ രജനിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ഇത് BJP-ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബി ടീമാണോ, BJP-യുടെ നിർബന്ധത്തിന് വഴങ്ങി രജനി രാഷ്ട്രീയ പ്രവേശനം നിൽക്കുകയാണോ, തുടക്കത്തിലെ ആരാധകരുടെ നിർബന്ധത്തിന് വഴങ്ങിയെന്ന് തോന്നുന്നു, അല്ലെ BJP-യുടെ ഒക്കെ ഒരു സമ്മർദ്ദ ഫലമാണോ ഇതെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിനുശേഷം ഇപ്പൊ ഈ അണ്ണാത്തയുടെ ചിത്രീകരണത്തോടനുബന്ധിച്ച് വന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്മാറാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമായിട്ട് അദ്ദേഹം മാറ്റിയത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം രജനി കൂടുതൽ കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ സജീവമായിട്ട് നിൽക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ഈ പറഞ്ഞ ചാരിറ്റി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നാണ് കരുതുന്നത്. സ്വാഭാവികമായിട്ട് അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. മനീഷാണ് പ്രതികരിച്ചത്. ഏതായാലും രജനീകാന്ത് രാഷ്ട്രീയ പ്രഖ്യാപനം ഈ മാസം 31-ന് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുണ്ടാവുന്നില്ല, രാഷ്ട്രീയത്തിലേക്കില്ല എന്ന്, അല്ലെങ്കിൽ പാർട്ടി പ്രഖ്യാപനത്തിലേക്കില്ല. രാഷ്ട്രീയം എന്ത്, അതിൻ്റെ കരുനിക്കൾ എന്ത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏതായാലും വ്യക്തതയില്ല. ഏതായാലും പാർട്ടി പ്രഖ്യാപനത്തിലേക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ആരോഗ്യ കാരണങ്ങളാൽ ഒരുപാട് ക്യാമ്പയിനും മറ്റും നടത്തേണ്ടി വരുന്ന കാരണങ്ങളാൽ അതിനുള്ളൊരു ആരോഗ്യം നിലവിലില്ല എന്നുള്ളതുകൊണ്ടും പാർട്ടി പ്രഖ്യാപനം
ഉണ്ടാവില്ല എന്ന് രജനീകാന്ത് വ്യക്തമാക്കുന്നു. BS ജോയ് കൂടി ചേർന്ന്. ജോയ്, വിശദാംശങ്ങൾ. ഗോപി, ട്വിറ്ററിലാണ് രജനീകാന്ത് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഇല്ല എന്ന് പ്രഖ്യാപിച്ചത്. അതിൽ കാരണങ്ങൾ വിശദമായി തന്നെ പറയുന്നുണ്ട്. ആരോഗ്യം തന്നെയാണ് പ്രധാന കാരണം. പ്രത്യേകിച്ച് BP ലെവൽ പ്രശ്നമാണ്. BP മാറി മാറി വരുന്നത് തനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നതിന് കഴിയാതെ വരും. അതുകൊണ്ടാണ് തന്റെ പിന്മാറ്റമെന്ന് അദ്ദേഹം ആരാധകരെയും തന്റെ ആരാധകരോട് കൃത്യമായി പറയുന്നുണ്ട്. ഈ കുറിപ്പിൽ 3 പേജുള്ള കുറിപ്പാണ്, വിശദമായ കുറിപ്പാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, തമിഴ്നാട്ടിൽ DMKയുടെ വോട്ട് ബാങ്ക് പിളർത്താൻ BJP കടുത്ത സമ്മർദ്ദമാണ് രജനീകാന്തിന് മേൽ, രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി രജനീകാന്തിന് മേൽ ചെലുത്തിയിരുന്നത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പാർട്ടി പ്രഖ്യാപനത്തിൽ 2 ദിവസം മുമ്പതാണ് അദ്ദേഹം ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഡിസംബർ 31 ഔദ്യോഗികമായി സജീവ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നും ജനുവരി മുതൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം തന്നെ ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്, താൻ രാഷ്ട്രീയത്തിന് പുറത്ത് നിന്ന് ജനങ്ങളെ സേവിക്കും. എല്ലാ കാര്യവും ഈ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന് അല്ലാതെ തന്നെ ജനങ്ങളുടെ സേവകനായി തുടരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ വാക്സിനേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും നിരവധി നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ആകും പ്രവർത്തിക്കേണ്ടി വരിക. ഈ അവസരത്തിൽ ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ പോയി പ്രസംഗിക്കാനും ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നതിനും അദ്ദേഹത്തിന്റെ ആരോഗ്യം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് താൻ പിന്മാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രജനീകാന്തിന്റെ പാർട്ടി പ്രഖ്യാപനം ഡിസംബർ 31 നടക്കുമെന്നാണ് നേരത്തെ തന്നെ താരം വ്യക്തമാക്കിയിരുന്നു. അതിൽ നിന്നാണ് ഈ പിന്മാറ്റം. ഈ പിന്മാറ്റത്തെ, രജനീകാന്തിന്റെ പിന്മാറ്റത്തെ അദ്ദേഹത്തിന്റെ കുറിപ്പിന് താഴെ നിരവധി ആരാധകർ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഓരോ വ്യക്തികളും പറയുന്നുണ്ട്. 2017 ഇതിനു മുമ്പ് ഇതുപോലെ രജനീകാന്ത് പറഞ്ഞത് സജീവ രാഷ്ട്രീയം പ്രഖ്യാപിച്ചിരുന്നു. 2017 അങ്ങനെയാണ് രജനി മന്ത്രം എന്ന ഒരു വെബ്സൈറ്റ് ഒക്കെ അദ്ദേഹം തുടങ്ങിയിരുന്നു. ഈ കഴിഞ്ഞ 2019 തമിഴ്നാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK നേതൃത്വം നൽകിയ മുന്നണി ശക്തമായ വിജയം നേടിയപ്പോൾ, അതായത് 38 സീറ്റ് നേടി വന്നപ്പോൾ രജനിയെ പോലുള്ള ഒരാളെ NDAക്ക് കൂടെ നിർത്തേണ്ട ഒരു സാഹചര്യമാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത്. അതിനും ഒരു തിരിച്ചടിയാണ് രജനീകാന്ത് ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം. ഏതായാലും രജനിയുടെ ആരാധകർ ഇക്കാര്യത്തെ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രതികരണങ്ങളെല്ലാം രജനി രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നതിനെ ഒരു സമാസമം കാണുന്ന നിലയിലാണ് തമിഴ് പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗോപി, BS ജോയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. പാലയിലെ UDF നിയമസഭാ സ്ഥാനാർത്ഥി മാണി C കാപ്പനാകുമെന്ന് PJ ജോസഫ്. പാലാ സീറ്റ് NCPക്ക് വിട്ടുകൊടുക്കുമെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. തൊടുപുഴ നഗരസഭാ ഭരണം 1 വർഷത്തിനുള്ളിൽ തിരിച്ചുപിടിക്കും. UDFിലെ പ്രശ്നങ്ങളല്ല, കാലുമാറ്റമാണ് ഭരണം നഷ്ടമാകാൻ കാരണമായത്. ജോസ് കെ മാണിയുടെ വാദം പൊള്ളയാണെന്ന് തെളിഞ്ഞെന്നും ജോസഫ് പറഞ്ഞു. എന്റെ പ്രതീക്ഷ മാണി C കാപ്പൻ UDFിന്റെ സ്ഥാനാർത്ഥി അവിടെ വരുമെന്നാണ്. അത് അങ്ങയുടെ പാർട്ടിയുമായി ചേർന്ന് വരുന്ന അങ്ങനെ? ഇല്ല, ഞങ്ങൾ ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. പാല മാണി C കാപ്പൻ വന്ന പാലാ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറാണ്. അത് ശരത് പവാറിൻ്റെ പാർട്ടിയായിട്ടായിരിക്കും വരുന്നത്. അതല്ല അദ്ദേഹം പറയട്ടെ, ഞാനല്ലോ പറയണ്ടേ. ഓരോ പാർട്ടിയിൽ നിന്നും ജയിക്കുന്നവർ അവരുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചാണ് ധാരണ ഉണ്ടാക്കുന്നത്. അതിൽ ഒരാൾ പിന്നെ കാലുമാറിപ്പോയി. അത് തീർച്ചയായിട്ടും അയോഗ്യതയാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒട്ടും ധാർമ്മികമല്ല ചെയ്തത്. അതേ ഉള്ളൂ. പിന്നെ നമ്മളത് ഭരണം പിടിക്കാൻ നമ്മൾ വ്യവസ്ഥാപിതമായി അവരെ അയോഗ്യരാക്കാനുള്ള നടപടി സ്വീകരിക്കും. വിവരങ്ങളുമായി സാഗറാണ് ചേരുന്നത്. സാഗർ, അങ്ങനെയാണ് പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അത്തരം ചർച്ചകൾ ഒരു നിർണായക ഘട്ടത്തിലെത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഗോപി, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം ഒരു ചർച്ച ആരംഭിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. കാരണം ഇന്ന് രാവിലെ PJ ജോസഫ് പറഞ്ഞിരിക്കുന്നത് പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി C കാപ്പൻ ആവുമെന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ NCP ആയി തന്നെ മാണി C കാപ്പൻ മത്സരിക്കും എന്നും പറയുന്നു. കാരണം UDFിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയതിനു ശേഷം UDFിനുണ്ടായ തീരുമാനം നിലവിൽ കേരള കോൺഗ്രസുകൾ മത്സരിച്ച സീറ്റുകൾ PJ ജോസഫിന് തന്നെ കൊടുക്കാം എന്നതാണ്.
അങ്ങനെയെങ്കിൽ പാലാ നിയമസഭാ സീറ്റ് PJ ജോസഫിന് തന്നെ വേണമെന്നൊരു ആവശ്യം ജോസഫ് വിഭാഗം UDF നേതൃത്വ ചർച്ചകളിൽ ഉന്നയിച്ചിരുന്നു. അതനുസരിച്ച് പാലാ സീറ്റ് ജോസഫിന് വിട്ടു നൽകുവാൻ ഏകദേശ തീരുമാനവുമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഇപ്പോൾ മാറ്റിക്കൊണ്ടാണ് PJ ജോസഫ് തന്നെ പറഞ്ഞിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റ് മാണി സി കാപ്പന് വിട്ടു നൽകുമെന്ന്. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP നേതൃത്വത്തിൽ തന്നെ അവിടെ മാണി സി കാപ്പൻ മത്സരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നടന്ന തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യമാണ്. ഇന്നലെ നടന്ന തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഭരണം LDF നേതൃത്വത്തിൽ പിടിച്ചെടുത്തിരുന്നു. ഇതിൽ ലീഗ് സ്വതന്ത്രയായി മത്സരിച്ച ഒരാളുടെ കൂറുമാറ്റമാണ് ഇത്തരത്തിൽ LDFന് സീറ്റ് ലഭിക്കുവാൻ കാരണമായത്. അത് അവർ അയോഗ്യയാക്കി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ അത് മുന്നണിക്കുള്ളിലുണ്ടായ ഒരു പ്രശ്നമല്ല, ഒരാളുടെ മാത്രം വ്യക്തിപരമായ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നത്. UDFിലെ പ്രശ്നങ്ങളല്ല, കാലുമാറ്റമാണ് ഭരണം നഷ്ടമാകാൻ കാരണമെന്നും PJ ജോസഫ് പറയുന്നു. അതുപോലെ തന്നെ ഇന്നലെ ജോസ് കെ മാണിയുടെ ഇന്നലെ ഉന്നയിച്ച വാദങ്ങളെല്ലാം തന്നെ പൊള്ളയാണ്. കാരണം പലയിടത്തും LDF മികച്ച നേട്ടം അവകാശപ്പെട്ടിരുന്നു ഇന്നലെ ജോസ് കെ മാണി. എന്നാൽ ഇതെല്ലാം പൊള്ളയാണെന്നാണ് PJ ജോസഫ് പറയുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഭൂരിപക്ഷം നഗരസഭകളും UDF പിടിച്ചതായും PJ ജോസഫ് പറയുന്നുണ്ട്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റ് മാണി സി കാപ്പന് വിട്ടുകൊടുക്കുന്നത് UDF രാഷ്ട്രീയത്തിലും എല്ലാം ഒരു വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിക്കുന്നത്. സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ഇടഞ്ഞു നിൽക്കുന്ന ക്രിസ്ത്യൻ സഭകളെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നിർണായക നീക്കം. PK കുഞ്ഞാലിക്കുട്ടി സിറോ മലങ്കര സഭാ നേതൃത്വവുമായി ചർച്ച നടത്തി. ക്ലെമീസ് കാതോലിക്ക ബാവയുമായുള്ള കൂടിക്കാഴ്ച 1.5 മണിക്കൂറോളം നീണ്ടു. സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. ക്രിസ്മസ് അല്ലേ, ഇവിടെ സാധാരണ വരുന്നതാണ്, വന്നതാണ്. ആശംസകൾ അറിയിക്കാൻ വേണ്ടി വന്നു, കാപ്പി കഴിച്ചു, തിരിച്ചു പോകും. വേറെ യാതൊന്നുമില്ല. അല്ല, അങ്ങനല്ല, രാഷ്ട്രീയം സംസാരിക്കാൻ വന്നതല്ല, ഇപ്പോൾ എല്ലാവരും കാണാൻ വന്നതാണ്. ഞങ്ങളെ പലപ്പോഴും പണ്ടും വരുന്നതല്ലേ, ആ സൗഹൃദ സന്ദർശനം മാത്രമാണ്. VV അരുണാണ് ചേരുന്നത്. അരുൺ, ക്രിസ്മസ് അല്ലേ, വന്നു, ചായ കുടിച്ചു, സൗഹൃദം പുതുക്കി എന്ന് അദ്ദേഹം പറയുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സൗഹൃദം പുതുക്കലിന്റെ പ്രാധാന്യം എന്തൊക്കെ? തീർച്ചയായും കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടുള്ള സന്ദർശനമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടേത്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ വലിയ തിരിച്ചടി UDFന് നേരിട്ടു. UDFിന്റെ എക്കാലത്തെയും വലിയ വോട്ട് ബാങ്കും ശക്തി സ്രോതസ്സുമായിരുന്നു മധ്യ കേരളത്തിൽ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ഇടതുമുന്നണിക്ക് അനുകൂലമായി നിന്നുവെന്നാണ് UDFിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ആ പിണക്കം പരിഹരിക്കാനും മുറിവ് ഉണക്കാനും നേതൃത്വം നേരിട്ടിറങ്ങണമെന്ന് UDF നേതൃയോഗം തീരുമാനിച്ചത്. മുസ്ലിം ലീഗിൻ UDFിലെ ശക്തി കേന്ദ്രമാകുന്നു, പ്രധാന പാർട്ടി അവരായി മാറുന്ന എന്ന കാര്യത്തിൽ പ്രചരണത്തിന് വലിയ ആശങ്ക സഭാ നേതൃത്വത്തിലുണ്ട്. ഇത് പരിഹരിക്കലും കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച ഉദ്ദേശമായിരുന്നു. നേരത്തെ താമരശ്ശേരി രൂപതാ ബിഷപ്പുമായും കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് തുടർച്ചയാണ് ഇന്ന് ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാബയുമായുള്ള കൂടിക്കാഴ്ച. ഈ വരും ദിവസങ്ങളിലും ഇത്തരം ചർച്ചകളും കൂടിക്കാഴ്ചകളും തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഭാ നേതൃത്വവുമായി അടുക്കാനുള്ള വഴികളാണ് UDF നേതൃത്വം തേടുന്നത്. അരുണാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ എത്തിയ കേന്ദ്ര സംഘം ഉടൻ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. ജനുവരി 10 മുമ്പ് തിരുത്തൽ നടപടികൾ ഉണ്ടാവുമെന്നാണ് സൂചന. 5 DCCകളിൽ അഴിച്ചുപണി വരും. പരസ്യ പ്രസ്താവന അച്ചടക്ക ലംഘനമെന്ന് വ്യക്തമാക്കിയതോടെ പാർട്ടിയിൽ താൽക്കാലിക വെടിനിർത്തലുണ്ടാവും. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് മുല്ലപ്പള്ളി തുടരും. KPCCയിൽ നേതൃമാറ്റം ഉണ്ടായില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ UDFന് നഷ്ടമായ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ തിരികെ എത്തിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകും. എന്ത് നിർണായക തീരുമാനത്തിനും നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ വേണം. തീരുമാനങ്ങളിൽ കൂട്ടുത്തരവാദിത്തം ആയിരിക്കും. ഇതാണ് കേന്ദ്ര സംഘം നൽകിയ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഏകോപിപ്പിക്കാൻ 3 AICC സെക്രട്ടറിമാർ കേരളത്തിൽ തുടരും. 3 മേഖലകളായി തിരിച്ച് ഇവർക്ക് ചുമതല നൽകി. പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷൻ വരും. എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിൽ പുതിയ DCC അധ്യക്ഷന്മാർ ചുമതലയേൽക്കും. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി DCCകളിലും മാറ്റമുണ്ടാകാനാണ് സാധ്യത. LDFിലെ അസംതൃപ്തരോട് നിഷേധാത്മക നിലപാട് ഉണ്ടാകില്ല. സോഷ്യൽ ഗ്രൂപ്പുകളുമായി കൂടുതൽ സഹകരിക്കാനും തീരുമാനമുണ്ട്. പരസ്യവിമർശനം പാടില്ലെന്ന നേതൃത്വത്തിന്റെ താക്കീതോടെ ബോർഡ് ഫ്ലക്സ് യുദ്ധങ്ങൾ അവസാനിക്കുമോ എന്നതും കാത്തിരുന്നു കാണണം. ന്യൂസ് 18 തിരുവനന്തപുരം.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികളെ ചൊല്ലി ഭിന്നത രൂക്ഷമായി തുടരുന്നതിനിടെ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. തർക്കം നിലനിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനമെടുക്കും. അതിനിടയിൽ ഇന്നലെ പ്രത്യക്ഷ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയ പ്രവർത്തകർ പരാതിയുമായി സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കും. ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ഇതുവരെ ഒരു അന്തിമ തീരുമാനം ഇതിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. കാരണം ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കും ഒക്കെ നഗരസഭാ അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് ആലപ്പുഴ നഗരം വേദിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു വലിയ പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും മാരാരിക്കുളം കേന്ദ്രീകരിച്ച് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ച തർക്കമാണ്. അത് ഔദ്യോഗിക പക്ഷത്തിന് മേൽക്കോയ്മ ഇല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയ കമ്മിറ്റി പിടിച്ചെടുക്കണമെന്നൊരു ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്ന സെക്രട്ടറിയെ അവിടെ വേണമെന്നുള്ളൊരു ആവശ്യവുമാണ് ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളെ എങ്കിൽ മാത്രമേ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ സുധാകര പക്ഷം ഉറച്ചു നിൽക്കുന്നത്. അത് ഈ മാരാരിക്കുളത്തും ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് പകരമായി പുതിയ ആളുടെ പേരും ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അടക്കം കൂടുന്നൊരു സാഹചര്യവും അവിടുത്തെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ആദ്യം സംഘടനാ നടപടിയിലേക്ക് നീങ്ങിയെങ്കിലും പിന്നീട് അതൊന്ന് മയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകൾ സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അവർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകും. ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജില്ലയിലെ CPM-CPI തർക്കം പരിഹരിച്ചു. 3 ബ്ലോക്ക് പഞ്ചായത്തിൽ അധ്യക്ഷ സ്ഥാനം CPIക്ക് നൽകും. ജില്ലാ നേതൃത്വങ്ങൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിഷയങ്ങൾ ഇന്ന് രാവിലെ കൊണ്ട് പരിഹരിച്ചു. CPM-ന്റെയും CPI-യുടെയും ജില്ലാ നേതൃത്വം ഒരുമിച്ചിരുന്ന് ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഭാരവാഹികളെ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പെരുങ്കടവിള, വെള്ളനാട്. ഇപ്പോൾ തൃശ്ശൂരിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചിരുന്നു. ആ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കാനായി എന്ന സംതൃപ്തിയാണ് LDF സർക്കാരിനുള്ളത്. പക്ഷേ ഇനിയുള്ള കാലയളവിൽ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF എന്തൊക്കെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യങ്ങൾ സ്വാഭാവികമായും തയ്യാറാക്കേണ്ടതുണ്ട്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് നേരത്തെ ഞങ്ങൾ സ്വീകരിച്ചൊരു മാർഗം ഇതുപോലുള്ള ചില യോഗങ്ങൾ ചേർന്നുകൊണ്ട് നാടിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ശേഖരിക്കലായിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ ഉണ്ടാകും. അവ ശേഖരിക്കാനാണ് നാടിൻ്റെ വിവിധ തുറകളിലുള്ള വിദഗ്ധരെ അടക്കം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, നല്ല രീതിയിൽ കേരളത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് കുതിക്കാനുള്ള ആത്മവിശ്വാസം LDF-നും സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ വികസന കുതിപ്പിന് ദിശാബോധം നൽകാൻ ഇത്തരം കാഴ്ചപ്പാടുകൾ, വിവിധ വിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ സഹായിക്കും. ഇപ്പോൾ പ്രാദേശികമായ ഒട്ടേറെ സവിശേഷതകൾ കാണും, സമൂഹത്തിൻ്റെ പ്രത്യേകതകളുണ്ടാവും. അവയ്ക്കെല്ലാം അനുസരിച്ച് ഈ കാഴ്ചപ്പാടുകൾ
രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിന് മുൻഗണന നിശ്ചയിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കുക. ഇതാണ് LDF എല്ലാ ഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുൻകാലത്ത് നടത്തിയ കേരള പഠന കോൺഗ്രസ്സുകളുണ്ട്, സംസ്ഥാനതല ജാഥകളും അതിൻ്റെ ഭാഗമായി ശേഖരിച്ച അറിവുകളുമുണ്ടായിരുന്നു. ഇതെല്ലാം ഇത്തരത്തിലുള്ള മുൻകൈകളായിട്ടാണ് കാണേണ്ടത്. ഇപ്പം നാം കോവിഡ് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ പരിപാടികൾ പ്രായോഗികമല്ല. പക്ഷേ സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കൽ പ്രധാനമാണ്. അത് മനസ്സിലാക്കിയല്ലാതെ ഭാവി കേരളത്തിന് വേണ്ട രൂപരേഖ ശരിയായ രീതിയിൽ പൂർണ്ണതയിലെത്തിക്കാനാവില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാ ജില്ലകളിലുമെത്തി വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ഇത്തരത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സംവദിക്കാൻ തീരുമാനിച്ചത്. കേരള പര്യടനം എന്ന പേരാണ് ഇതിന് ഇട്ടത്. ഈ മാസം 22-നാണ് ഇത് ആരംഭിച്ചത്. ഈ സമ്പർക്ക പരിപാടി ഇതോടെ 11 ജില്ലകൾ പിന്നിട്ടിരിക്കുകയാണ്. നാളെ എറണാകുളവും ആലപ്പുഴയുമാണ്. പിന്നെ ഒരു ജില്ല ബാക്കിയാവും, ഇടുക്കി ജില്ല. അത് പിന്നീട് നിശ്ചയിക്കും. നേരത്തെ നിശ്ചയിച്ചതിലുണ്ടായിരുന്ന ഒരു പ്രത്യേക കാരണത്താൽ അത് മാറ്റേണ്ടി വന്നതാണ്. അത് പിന്നീട് നിശ്ചയിക്കും. കേരള പര്യടനത്തിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും സംഘടിപ്പിച്ച ഈ കൂടിക്കാഴ്ചകൾ ഒട്ടേറെ നൂതനമായ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഊർജ്ജസ്വലതയും ശുഭാപ്തി വിശ്വാസവും നിറഞ്ഞ ചർച്ചകളാണ്. അത്തരം ചർച്ചകളാൽ സമ്പന്നമായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ വ്യവസായം, കൃഷി, വാണിജ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, സാഹിത്യം, സ്ത്രീപക്ഷ വികസനം, മാധ്യമങ്ങൾ, IT, കായികം, ഇങ്ങനെയുള്ള ഒട്ടേറെ മേഖലകളിൽ ഉള്ള ആളുകൾ ഈ ചർച്ചകളിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനവും സാമൂഹ്യ പുരോഗതിയും മുൻനിർത്തി സമഗ്രമായ ചർച്ചകളാണ് എല്ലായിടത്തും നടന്നത്. പങ്കെടുത്ത എല്ലാവരും വളരെ ക്രിയാത്മകമായാണ് ചർച്ചയിൽ ഇടപെട്ടത്. LDF സർക്കാരിൻ്റെ കേരള വികസനത്തോടുള്ള പ്രതിബദ്ധതയിൽ എല്ലാവരും ആത്മവിശ്വാസവും പ്രതീക്ഷയും പ്രകടിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ന് നിങ്ങളാരെങ്കിലും കേട്ടോന്നറിയില്ല, ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന സ്വഭാവക്കാരാണല്ലോ, കേട്ടിട്ടുണ്ടാവും. ശ്രീ ചിത്രം നമ്പൂതിരിപ്പാട് ആദ്യം സംസാരിച്ചു ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 5 വർഷം മുൻപ് ഞാൻ ഇതുപോലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അത് ശരിയാണ്, ഇവിടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ചത് വിദ്യാഭ്യാസ കാര്യങ്ങളായിരുന്നു. അബ്ദുൽ കലാമിൻ്റെ, നമ്മുടെ അന്തരിച്ചുപോയ പ്രസിഡന്റ് അബ്ദുൽ കലാമിൻ്റെ ചില അഭിപ്രായങ്ങളടക്കം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റം, എൻ്റെ അക്കാദമിക് മികവ് ഉയർത്തൽ, ലോക നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഉയരേണ്ടത്, അതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇന്ന് എടുത്തു പറഞ്ഞത് അത് അംഗീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രകടന പത്രികയിലുണ്ടായി. പിന്നെ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വലിയ തോതിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനാണ്, ഈ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനാണ് ഇടയാക്കിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ വന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ 5 വർഷം മുൻപ്
ഇതുപോലെ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതിൻ്റെ ഒരു അനുഭവം ചലച്ചിത്രകാരൻ ശ്രീകുമാരൻ തമ്പി നേരത്തെ പങ്കുവെക്കുകയുണ്ടായി. അന്ന് ആ യോഗത്തിലിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് വലിയ പ്രതീക്ഷയോ വിശ്വാസമോ തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചർച്ചയിൽ പങ്കാളിയാകുമ്പോൾ നിറഞ്ഞ പ്രതീക്ഷയുണ്ട്, ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും എന്ന വിശ്വാസമുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ വിശ്വാസമാണ് ഈ എല്ലാ പരിപാടിയിലും കണ്ടത്. ഈ സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിറവേറ്റും എന്ന ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണിത്. മന്ത്രിമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കൾ അവരൊക്കെ ഈ പരിപാടികളിൽ സജീവമായി തന്നെ പങ്കെടുത്തു. മിക്കവാറും എല്ലാ ജില്ലകളിലും ഉയർന്നു വന്ന ഒരാവശ്യം ഉന്നത വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുക എന്തായിരുന്നു. ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയും അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനിവാര്യമാണ് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. പങ്കെടുത്തവരിൽ വൈസ് ചാൻസലർമാർ വരെയുണ്ട്. അങ്ങനെയുള്ള അക്കാദമിക് മേഖലയിൽ നിന്ന് വന്നവർ വിശദമായി ഈ പ്രശ്നം അവതരിപ്പിക്കുകയും പ്രായോഗിക നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയുമുണ്ടായി. ഇപ്പോൾ അറബി ഭാഷ പഠന ഗവേഷണ കേന്ദ്രം, മൈഗ്രേഷൻ സ്റ്റഡീസിൽ ഇൻ്റർ ഡിസിപ്ലിനറി പഠനം സാധ്യമാക്കുന്ന ഉന്നത ഗവേഷണ കേന്ദ്രം, ഇത്തരം കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവതരണങ്ങളും ഉണ്ടായി. യുവാക്കൾക്ക് നൈപുണ്യ വികസനം അന്തർദേശീയ നിലവാരത്തിൽ നൽകാൻ പ്രാപ്തമായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കണമെന്നും ചിലർ ഈ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ആവശ്യപ്പെടുകയുണ്ടായി. കേരളത്തിലെ യുവാക്കൾക്ക് ദേശീയ അന്തർദേശീയ തലത്തിൽ കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ ഒരുക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് അവർ അഭിപ്രായപ്പെടുകയുണ്ടായി. വ്യവസായ വികസനത്തിനായി സർക്കാർ കൈക്കൊണ്ട നടപടികളെ ആ രംഗത്തെ പ്രതിനിധാനം ചെയ്തവർ പൊതുവെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഈ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ വ്യവസായ വികസന നയത്തിൻ്റെ സന്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കുറെ കൂടി കാര്യക്ഷമമായി പ്രചരിക്കേണ്ടതിൻ്റെ ആവശ്യകത പലരും എടുത്തു പറയുകയുണ്ടായി. സർവകലാശാലകളും വ്യവസായ സ്ഥാപനങ്ങളുമായി ശക്തമായ ബന്ധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ റബ്ബർ വില, കാപ്പി മേഖല നേരിടുന്ന പ്രതിസന്ധി, കോൾഡ് ചെയിനുകൾ സ്ഥാപിക്കൽ, ഫ്ലോറിക്കൾച്ചർ, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു. ഈ ഗവേണൻസ് കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യവും ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉയർന്നു വന്നു. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കൂടുതൽ സംരംഭങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് വിശദമാക്കുകയുണ്ടായി. കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും കൂടുതൽ സുഭദ്രമാക്കാനും ഉതകുന്ന നിർദ്ദേശങ്ങളും ചർച്ചയുടെ ഭാഗമായി ഉണ്ടായി. സാമൂഹിക ഉത്തരവാദിത്വവും പരിസ്ഥിതി സൗഹൃദവും മുറുകെ പിടിച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയെ മുന്നോട്ട് നയിക്കാൻ സഹായകമായ ആശയങ്ങൾ ഒട്ടേറെ ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. വടക്കൻ ജില്ലകളിൽ ജലാശയങ്ങളുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ വയനാടിനെ സുരക്ഷിത വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അവതരണങ്ങളും ഉണ്ടായി. ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ കൈവരിച്ച
നേട്ടങ്ങളെക്കുറിച്ച് മികച്ച പരാമർശങ്ങളാണ് ചർച്ചയിലുണ്ടായത്. എമർജൻസി മെഡിസിൻ, ട്രോമ കെയർ, വയോജനങ്ങൾക്കായുള്ള ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. മാലിന്യമുക്ത കേരളം എന്ന ആശയം ശക്തമായി ഉന്നയിക്കപ്പെട്ടു. മലിനജല സംസ്കരണം, അതേപോലെ തന്നെ സ്യൂവറേജ് സിസ്റ്റം, സെപ്റ്റേജ് സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ പലരും അവതരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ഉയർന്നു വന്നത് സമുദ്ര ഉൾനാടൻ 16 channels, 15 languages, 26 നടത്തുന്ന തരത്തിൽ വനിതാ കമ്മീഷന്റെ പ്രവർത്തനം വിപുലീകരിക്കണം എന്ന അഭിപ്രായം ചിലർ പങ്കുവച്ചു. കലാകായിക മേഖലകളിൽ നടത്തേണ്ട നിരവധി പ്രവർത്തനങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. സ്പോർട്സ് പരിശീലനത്തിന് ആവശ്യമായ ആധുനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ശാരീരികാരോഗ്യം മെച്ചപ്പെടുന്നതിനാവശ്യമായ സൗകര്യങ്ങളും മികച്ച രീതിയിൽ സജ്ജമാക്കാനും അതുവഴി ഒരു കായിക സംസ്കാരം സൃഷ്ടിക്കാൻ സാധിക്കണമെന്നും ആ മേഖലയിൽ നിന്നുള്ളവർ അഭിപ്രായപ്പെട്ടു. മറ്റൊരു നിർദ്ദേശം വന്നത് പ്രശസ്ത സാഹിത്യകാരന്മാരുടെ ജീവിതത്തെയും സാഹിത്യ സംഭാവനകളെയും കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായി നിലനിർത്തുന്ന ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നതാണ്. മതേതരമായ പുതിയ ആഘോഷങ്ങൾ കേരളത്തിൽ കൂടുതലായി ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയും വിശദീകരിക്കപ്പെട്ടു. കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തിലൂടെ വിനോദസഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ടൂറിസം ആശയം പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉപോത്ബലമാകുന്ന നിർദ്ദേശങ്ങളും പുത്തനാശയങ്ങളും ഈ കൂടിക്കാഴ്ചകളുടെ ഭാഗമായി ഉയർന്നു. സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറാൻ സഹായകമായ ഊർജവും ദിശാബോധവും അവ സമ്മാനിച്ചു. നേരിട്ട് വന്ന് അഭിപ്രായം പ്രകടിപ്പിച്ച പലരും വിശദമായ കുറിപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രോജക്റ്റ് തയ്യാറാക്കി നൽകിയ നിരവധി പേരുമുണ്ട്. കോവിഡ് കാലമായതിനാൽ എല്ലാവരുമായും കൂടിക്കാഴ്ചക്ക് കഴിഞ്ഞിട്ടില്ല. നേരിട്ടെത്താൻ കഴിയാത്തവരുമുണ്ട്. അവരുടെയാകെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായി ഓൺലൈൻ മുഖേന നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കും. അതോടൊപ്പം തപാൽ അയക്കുകയും ചെയ്യാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കുന്ന പ്രകടന പത്രികയിൽ ഈ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതിഫലിപ്പിക്കും എന്ന ഉറപ്പാണ് ഇവിടങ്ങളിലെല്ലാം നൽകിയിട്ടുള്ളത്. ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തവരുടെ പേരുകളാകെ ഇവിടെ പറയുന്നില്ല. LDF-നോട് നേരത്തെ അകലം പാലിച്ചു നിന്നവരടക്കം അക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് ഇവിടെ ഓർക്കുകയാണ്. UDF-നെ എക്കാലത്തും സഹായിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. അവരാകെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത്. അത് വലിയ അളവിൽ ഊർജം പകരുന്ന അനുഭവമാണ്. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നെയ്യാറ്റിൻകരയിൽ ഒരു മരണം സംഭവിച്ചല്ലോ. ഈ ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ ദമ്പതികൾ തീയിട്ട് മരിക്കുന്ന നിലയുണ്ടായല്ലോ. അപ്പം അത് അങ്ങനെയൊരു ബന്ധു മരിക്കാനിടയായ സംഭവം അത്യന്തം ദുഃഖകരമായ ഒന്നാണ്. അവർക്ക് കുട്ടികളുണ്ട്, വീടിൻ്റെതാണ് പ്രശ്നം. അപ്പോൾ ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണ സംരക്ഷണം ആ കുട്ടികൾക്ക്
നൽകുന്ന നിലയാണ് സ്വീകരിക്കുക. കൂറ്റനാട് വാളയാർ ഗെയിൽ പദ്ധതി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏതായാലും നെയ്യാറ്റിൻകരയിൽ കുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന കാര്യവും അദ്ദേഹം അറിയിച്ചു. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം തുടരുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. നെറ്റ്വർക്ക് 18 വിസ്പറും ചേർന്ന പീരീഡ് ഓഫ് പ്രൈഡ് എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു. രാജ്യത്ത് നല്ലൊരു ശതമാനം സ്ത്രീകൾക്കിടയിലും ആർത്തവത്തെക്കുറിച്ച് നിലനിൽക്കുന്ന അബദ്ധധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പയിൻ. 56% സ്ത്രീകളും ആർത്തവകാലത്തെ കാണുന്നത് വിലക്കപ്പെട്ട ഒന്നായാണ്. 42%-ലധികം സ്ത്രീകൾ കടകളിൽ നിന്നും സാനിറ്ററി നാപ്കിനുകൾ വാങ്ങുന്നതിൽ വിമുഖരാണ്. 38% ആർത്തവത്തെ ഒരു മുറിവായോ രോഗാവസ്ഥയായാണ് പരിഗണിക്കുന്നത്. 40 കോടിയിലധികം വരുന്ന സ്ത്രീകളിൽ 20% മാത്രമാണ് സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് യുവതലമുറയെ ആർത്തവ ശുചിത്വ പരിപാലനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും പരിചയപ്പെടുത്തുകയുമാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. Network 18 and Whisper have joined hands for Period of Pride. Ek Swachh Soch. It's time to drive the change. There is an urgent need for a change on how we can look at menstruation differently and its management. 1 in every 5 girls in India actually drops out of school at her puberty for the simple reason that she doesn't have the right education about periods. हर स्कूल करिकुलम में ये कॉन्वर्सेशन आए क्योंकि फ्यूचर जनरेशन भी बदलाव लाएंगे ना. And to start this campaign that looks at normalizing menstruation and educating girls and boys about periods, the Honorable Minister of Education, Dr. Ramesh Pokhriyal, is lending support to this initiative. लड़ाकू विमान चलाने से लेकर के और एवरेस्ट चोटी की फतह करने तक कौन सा क्षेत्र है जिसपे बेटियां पहली पंक्ति में खड़ी होकर के और अपना योगदान नहीं देती हैं. उनकी बहुत सारी समस्याएं हैं, परेशानियां हैं. उन परेशानियों और समस्याओं को ये पूरा समाज, जो परिवार का व्यक्ति और समाज के लोग हम यदि महसूस करें तो उसमें कई गुना ताकत और बढ़ जाएगी. ആർത്തവത്തെക്കുറിച്ചുള്ള അവബോധം രാജ്യത്തെ ഓരോ സ്ത്രീകളിലും എത്തിക്കാൻ വിസ്പറിനോട് ചേർന്ന നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. ഈ ബോധവൽക്കരണം ഉൾക്കൊള്ളുകയും രാജ്യത്തെ എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. സ്കൂൾ പാഠ്യപദ്ധതിയിലും ആർത്തവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താനും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിനായി പീരീഡ് ഓഫ് പ്രൈഡ് എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിവേദനങ്ങൾ ഒപ്പുവെച്ച് നിങ്ങൾക്കും ഈ ക്യാമ്പയിനിൽ പങ്കാളികളാവാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com